ജീവിതമല്ലേ, പിടിച്ചിരിക്കാൻ വേണ്ടി ഓരോ വഴികൾ ഇങ്ങനെ നോക്കും. ചെയ്യുന്നതാണെങ്കിൽ ഓരോരോ അബദ്ധങ്ങളും ആർക്കും ഇഷ്ടമല്ലാന്ന്. വിഷമായി. അതെ പോലീസ് വന്നു. ഇനിയിപ്പോ ഓനെപ്പം കൊണ്ടുപോകൂലേ? ഇനിയിപ്പോ നമ്മൾ അടുക്കളയിൽ കയറണ്ടേ? എന്റർടൈൻമെന്റ് അങ്ങ് പോയില്ലേ? പണിയെടുത്ത് നടു ഒടിഞ്ഞു. എന്ത് ചെയ്യുന്നു? നാടകത്തിലാ? ഞാൻ പോലീസിലാ. സുഹിത്തനെ കൊണ്ടുപോകാൻ വന്നാ അമ്മ. അതാ ഒരു സങ്കടം. സാർ ഇവിടെ ഉണ്ട് സാർ. ആളിവിടെ ലോക്കാണ്. എസ് അരമണിക്കൂറിലെത്തും. എന്നെ കൊണ്ടുപോകുന്ന കാണാൻ ഞാൻ അവിടെ നിൽക്കുന്നില്ല സുഹിത്ത. പിന്നെ നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് സുഹിത്തെ. എന്തൊരു പൂവാലിനാടോ അത്. ഒരുത്തനല്ലായിരുന്നു തെങ്ങിനെ പീഡിപ്പിക്കുന്നു. തെങ്ങിനെ പിടിപ്പിക്കല്ലോ കിട്ടിട്ടാ. പെണ്ണുങ്ങളെ മതിയാമോ? ഒന്നും കൊണ്ടുപോവാ. സുജിത്തല്ലത് സുഖിപ്പീരൻ. ചോർ. അതെ, ഹിന്ദിയിൽ ചോർ, മലയാളത്തിൽ കള്ളൻ എന്ന് പറയും. അതല്ലാതെ എനിക്ക് വിശക്കുന്ന കുറച്ച് ചോറ് തരുമോ? കള്ളന് ചോറ് കൊടുക്കാൻ പറ്റുമോ? കഞ്ഞി ഉണ്ടോ നോക്കട്ടെ. കള്ളന് കഞ്ഞി വെച്ചെന്നുള്ള പേര് വരും. നോക്കൂ ഗായ്സ്, നോക്കൂ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ വളരെ വളരെ റെയർ പീസ് ആണ് നമുക്ക് ഇപ്പൊ കണ്ടു കിട്ടാൻ പറ്റുക. ലോക തോൽവിയാണല്ലോ അത്. അപ്പോൾ ഗൈസ്, ഈ മണ്ടൻ കള്ളനെ കാണുന്നവർക്ക് ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാം. നമ്മുടെ കൊയിലാണ്ടിയുള്ള പുതിയ കാവലമ്പലത്തിനടുത്തുള്ള ആ ഒരു തെങ്ങിന്റെ ചോട്ടിലാണ് ഈ മണ്ടനെ നമ്മൾ കെട്ടിയിട്ടിരിക്കുന്നത് ഗൈസ്. അല്പസമയത്തുള്ളിൽ പോലീസ് ഇതിന് ഈ മണ്ടനെ പറഞ്ഞേക്കേണ്ടിരുന്നു. ലൊക്കേഷൻ അയച്ചു കൊടുത്ത്. ശരിയാ, പോലീസ് വന്ന് നമ്മളെ പൊക്കും. ഇത് ഞാൻ ഹരി കരിയോ? ഹരി കട്ടൊന്ന് അയച്ചുവിടണ. ദൈവമേ, എന്റെ മോനെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ? നല്ല അമ്മ. നിങ്ങളെ മോനെ ഇതുപോലെ ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ കേസ് നടത്തിക്കോ. അമ്മേ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങളെ മകനെ ഈസി ആയിട്ട് പുറത്തു കൊണ്ടുവരാൻ പറ്റിയ ഒരു വക്കീലുണ്ട്. ഉഗ്രം വക്കീലാ. ഫീസ് ഇത്തിരി കൂടുന്നേ ഉള്ളൂ. നമ്പറിന്റെ ആവശ്യമൊന്നുമില്ല, അച്ഛൻ തന്നെയാ. അഡ്വക്കേറ്റ് കുഞ്ഞികൃഷ്ണൻ DLL. നിങ്ങൾ എന്താ മക്കളെ എവിടെ നോക്കിക്കുന്നത്? ആ കള്ളനെ നോക്കിയാ പോരെ? ആ കള്ളനെ നോക്കി മടുത്തിട്ടാണ് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. അമ്മ ഇപ്പം അങ്ങോട്ട് പോകണ്ട. ഓൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവനെ കണ്ട പോലെ അകത്താണ്.